ഇത് വെച്ചോ, ബാക്കി കിട്ടുമ്പോ തന്നെ വിട്ടു. എന്താ നമ്മുടെ കാസിമിക്കാട് ഒരു വെടി പാഴായി. ഓ, രമേശനൊന്നും പറ്റില്ലല്ലോ. അതല്ല, ഓൾ ഒളിച്ചോടി പോയത് രമേശന്റെ കൂടെ അല്ല. ഓളുടെ ശരിക്കുള്ള കാമുകനെ ഞമ്മള് കണ്ടു. കഴിഞ്ഞ അവധിക്ക് വാഹിദനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞമ്മള് കോളേജ് വന്നപ്പോ അന്റെ ഒരു ചങ്ങാതിനെ നമുക്ക് പരിചയപ്പെടുത്തന്നില്ലേ, ഒരു ആയുർവേദ ഡോക്ടർ. ആ ഡോക്ടർ ആ ട്രെയിനിലുണ്ടായിരുന്നു. ഓനെ കണ്ടതും വാഹിദ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഓൻ ഞമ്മളെ കണ്ടതും ഓടി വന്ന് നെഞ്ചത്തിനോട്ട് ഒറ്റ ചവിട്ട്. ഞാനല്ലേ ആള്. അപ്പൊ തന്നെ തല കറങ്ങി ബോധം പോയി. ബോധം തെളിഞ്ഞപ്പോ ഞമ്മള് മാത്രം പ്ലാറ്റ്ഫോമിൽ ഫ്ലാറ്റ് ആയിട്ട് കിടപ്പുണ്ട്. സത്യം പറയാൻ ഞാൻ ഇവരെ എല്ലാരോടും ഒന്ന് പറയട്ടെ. തൽക്കാലം ഇക്കറിഞ്ഞൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞ എന്താ കുഴപ്പം? പറഞ്ഞ അവരിക്കനെ കൊല്ലു. എന്നെ കൊല്ലുന്ന എന്തിന്? വാഹിദ പോയത് രമേശേട്ടന്റെ കൂടെയാന്ന് പറഞ്ഞത് ഇസ്മായിൽക്കാണ്. അതുകൊണ്ടല്ലേ കാസിമാമ രമേശേട്ടനെ വെടിവെച്ചത്. ഇനി പോയത് രമേശേട്ടന്റെ കൂടെ അല്ല എന്നറിഞ്ഞാൽ കാസിമാമയുടെ അടുത്ത വെടി പൊട്ടാൻ പോകുന്നത് ഈ നെഞ്ചത്തായിരിക്കും. ഇനി ഈ സത്യം കുറുപ്പറിഞ്ഞാൽ അയാള് കത്തി കുത്താൻ പോകുന്നത് ഈ നെഞ്ചത്തായിരിക്കും. അപ്പൊ നമ്മൾ ഈ രഹസ്യം എന്ത് ചെയ്യും? തൽക്കാലം ഇസ്മായിൽക്കാടെ കുഴി വെട്ടാൻ നിൽക്കണ്ട. ഈ സത്യം രഹസ്യമായിട്ട് തന്നെ രഹസ്യമായിട്ടിരിക്കട്ടെ. മോനെ, നീയായിട്ട് ഞാൻ ആരോടും പറയല്ലേ. ഞാൻ ശ്രമിക്കാം. ഹലോ, പറയല്ലേടാ. നമ്മുടെ രമേശിനെ കൊന്ന കാസിമിനെ വെറുതെ വിടരുത്. നിന്നെ വെട്ടിയെറിഞ്ഞ് കുഴിച്ചുമൂടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഈ പോലീസ് നിന്നെ രക്ഷിച്ചു. പക്ഷെ ഏത് കോടതി നിനക്കുള്ള ശിക്ഷ വിധിച്ചാലും ഈ നെഞ്ചിലെ പക തീരില്ല ഒരിക്കലും. രമേശ് വധക്കേസിൽ പ്രതി കാസിം കുറ്റക്കാരനാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിക്ക് 7 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവായിരിക്കുന്നു. ഹലോ, നമുക്ക് ഡോക്ടർ മാധവൻകുട്ടീനെ ഒന്ന് കാണണം. ബുക്ക് ചെയ്തിട്ടുണ്ടോ? എന്തിന്? കത്തെടുക്കടോ. ഇത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കത്ത. ഓ നമ്മുടെ പാർട്ടിന്റെ ആളാ. വായിച്ചോക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഏയ്, വെയിറ്റ് ചെയ്യാനൊന്നും ഞമ്മക്ക് പറ്റൂല. ഡോക്ടർ ഒരു പേഷ്യന്റിനെ പരിശോധിച്ചോണ്ടിരിക്കുക. എന്നാലേ ആ പരിശോധന നിർത്തിവെച്ച് നമ്മളെ നോക്കാൻ പറയണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥാപനം പൂട്ടിക്കും. നമ്മളെ ആരോഗ്യമന്ത്രിന്റെ ആളാ. നിങ്ങള് പുറത്തെടുക്കണ സ്റ്റേറ്റ് കണ്ടോ? നിങ്ങൾ പറഞ്ഞ ആരോഗ്യമന്ത്രിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ മാധവൻകുട്ടി. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കുഴപ്പമില്ല. എങ്കിലും ഒന്ന് അഡ്മിറ്റ് ചെയ്തേക്ക് ഡോക്ടറെ. ആരെങ്കിലും ചോദിച്ചാ നടുവേദനയെന്ന് പറഞ്ഞാ മതി. മിനിസ്റ്റർക്ക് നടുവേനയെന്ന് പറഞ്ഞാ പ്രതിപക്ഷം വിശ്വസിക്കുവോ? അത് എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. ഞാൻ നട്ടലില്ലാത്തവനാണെന്ന് പ്രതിപക്ഷക്കാര് പറഞ്ഞു പരത്തുന്നല്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ഏയ്, ഇരിക്കൂ. ഞാനൊരു അല്പം താമസിച്ചു പോയി, ക്ഷമിക്കണം. മന്ത്രിയുടെ അടുത്ത ആളാണല്ലേ? പിന്നെ
എന്താണ് മുല്ലാക്കയുടെ പ്രശ്നം? കഴുത്തനക്കാൻ പറ്റുന്നില്ല. ഓ ഒരുപാട് ഡോക്ടർമാർ നോക്കിയിട്ടും ശരിയായില്ല. ആ കണ്ണടയൊന്നും ഒരിക്കേ. അല്ലോ കണ്ണട മാറ്റാൻ പറ്റൂല. പിന്നെ എനിക്ക് കണ്ണ് കാണൂല. ഏയ്. മൂതല. അതൊന്നും സാരമില്ല. അല്ലോ, അല്ലാ. കണ്ണട മാറ്റാൻ പറ്റൂല. പിന്നെ എനിക്ക് കണ്ണ് കാണൂല. ഏയ്. മൂതല. അതൊന്നും സാരമില്ല. അല്ലോ, അല്ലാ. സത്യത്തിൽ ഇത് എങ്ങനെയാ സംഭവിച്ചത്? എന്റെ ആദ്യത്തെ കെട്ടിയോട് സുബൈദ കഴുത്ത് പിടിച്ച് ഞെരിച്ചതാ. എന്തിന്? ഞാൻ എന്റെ 4ാമത്തെ കെട്ടിയോൾക്ക് ഒരു മാല വാങ്ങിക്കൊടുത്തേനി. ഒന്നുമില്ല ഒന്നുമില്ല. കഴുത്ത് ശരിയായി, കഴുത്ത് ശരിയായി. ദാ, ഇനി ഇതങ്ങോട്ട് വെച്ചേ. ഇപ്പൊ എങ്ങനെയുണ്ട്? മാധവൻകുട്ടി ഡോക്ടറെ നമ്മൾ ഒരിക്കലും മറക്കൂല. ഇനി ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ മന്ത്രിയുടെ റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല, നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മൂല്യരിച്ചല്ലേ. എനിക്കടോ ഇന്ന് നമ്മൾ എനിക്കൊരു ബിരിയാണി വൈത്തരും, ഞമ്മക്കൊരു കട്ടൻ ചായ നടക്കി. ആ അങ്ങനെ തന്നെ എന്താ ഇവിടെ കാര്യം? കയ്യപ്പെട്ടോ നമ്മളെ കഴുത്തൊക്കെ നേരായില്ലേ, നടക്കി. നീ എന്തടാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? മൊലക്കല്ല മൊല്ലാക്ക. മൊല്ലാക്ക വരുന്നതിന് നിനക്കെന്തടാ? ആ മൊല്ലാക്ക നമ്മുടെ വീട്ടിലൊരു അസ്മാദിയാ. ഓ. ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നുണ്ട്. ഇടയ്ക്കായിട്ട് വീട്ടിലേക്ക് വരുമോ മുല്ലാക്ക? ഇടയ്ക്കൊക്കെ എന്റെ വീട്ടിൽ വരുന്നുണ്ട്. ആ. Yes, once again welcome back to my home. Bah. Hi കുട്ടൂസ്. ഞാൻ പോന്നേക്കെ ഡ്രസ് ഒന്ന് മാറിട്ട് വരാം. ഓക്കെ. ഓയ് മിഥുൻ അങ്കിളിനെ മനസ്സിലായോ? മോന്റെ അച്ഛന് അമ്മയെ കല്യാണം കഴിക്കാൻ സഹായിച്ച അങ്കിളായത്. അതെന്തിനാ? അച്ഛനും അമ്മയും കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ. 6 വയസ്സേ ഉള്ളെങ്കിലും 16 വയസ്സിന്റെ വർത്തമാനാ. ആ മോനിരിക്കേ. എന്റെ ഉമ്മച്ചിയെ ഇതാരാ വന്നിരിക്കുന്നത്? വന്നറോ? ഞാൻ കരുതി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന്. പക്ഷെ മാധവേട്ടനെ കാണാറുണ്ടെന്നും വിളിക്കാറുണ്ടെന്നൊക്കെ ഞാൻ അറിയാറുണ്ട് കേട്ടോ. ആ അപ്പൊ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാറുണ്ടല്ലോ. എല്ലാവരെയും കാണണമെന്നൊക്കെ ഉണ്ട്. ഇനി ഈ ജന്മത്തിൽ അത് നടക്കൂ? അതെന്താ നടക്കാത്തത്? എന്നോട് എല്ലാവർക്കും ദേഷ്യമല്ലേ? ഷാഹിന എന്ത് പറയുന്നു? അല്ല, നിങ്ങളുടെ നിക്കാഹ് എന്തിനാ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നേ? വല്യമ്മ ജയിലിനതിനു ശേഷം നിക്കാഹും ആഘോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഞാനാണോ? നമ്മുടെ കുടുംബക്കാരല്ലേ. അങ്ങനെ 7 വർഷം കടന്നുപോയി. വല്യമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നിക്കാഹെന്ന് വീട്ടിൽ തീരുമാനമായി. പക്ഷെ അപ്പോഴാണ് ആ ദുരന്തം ഉണ്ടായത്. ദുരന്തോ? ആർക്ക്? അത് എന്താ അൻവറേ, എന്താ ഉണ്ടായത്? അപ്പോ ഡോക്ടറൊന്നും പറഞ്ഞില്ലേ? എന്താ മാധവേട്ടാ? എന്ത്? ഒന്നുമില്ല. അൻവർ പറഞ്ഞു. അതോ അത് പിന്നെ നിക്കാഹിന്റെ കാര്യം തന്നെ. ഷാഹിനയായിട്ടുള്ള നിക്കാഹ് പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിരുന്ന പെട്ടെന്നല്ലേ അവള് പറയുന്നത് എനിക്കെന്തോ നേർച്ചയുണ്ട്, നിക്കാഹ് ഇപ്പൊ വേണ്ട, 1 വർഷം കഴിഞ്ഞു മതി എന്നൊക്കെ. അതിലും വലിയ ദുരന്തം വേറെ എന്തുണ്ടാവാൻ? എന്ത് വലിയ ദുരന്തമല്ലടാ. അതല്ല, മാധവേട്ടൻ എന്നിൽ നിന്നും എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് ഞാൻ എന്ത് മറയ്ക്കാനാ? മാധവേട്ടൻ കള്ളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും. എന്തിനാ മറച്ചു വെക്കുന്നേ? വാഹിദ അറിയട്ടെ. കാസിമിന് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ വാഹിദ അറിഞ്ഞല്ലേ പറ്റൂ. എന്റെ വാപ്പയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ പറയാം. 7 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് വല്യമ്മ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം നാരായണക്കുറുപ്പ് കാത്തിരിക്കുന്നുണ്ടാവൂല്ലേ മകനെ കൊന്ന് എന്നോട് പ്രതികാരം ചെയ്യാൻ? ഹേയ്, അങ്ങനെ ഒരു പക അയാളെ മനസ്സിൽ കൊണ്ടു നടക്കണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതൊക്കെ പടച്ചോൻ വിധിച്ച പോലെ വരട്ടെ. അൻവറേ, ഓ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെയും ഷാഹിനാടെ നിക്കാഹ് നടത്തില്ല. വല്യമ്മ റഹ്മാനെ, വളരെ അടുത്ത ബന്ധുക്കളോട് മാത്രം പറഞ്ഞാൽ മതി. പറയുന്ന കൊണ്ടൊന്നും തോന്നരുത്. വാഹിദ മുംബൈയിൽ തനിച്ച് താമസിക്കുകയാണെന്ന ഇസ്മായിലിന് കിട്ടിയ അറിവ്. അവളെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന് ചിലർക്കൊക്കെ അഭിപ്രായമുണ്ട്. അതെ, അമ്മായിക്കൊരു ആശ്വാസമായിരിക്കും അത്. പക്ഷെ ഞങ്ങൾക്കാർക്കും അതിന് താല്പര്യമില്ല. പറങ്കിയത്ത് തറവാടിന്റെ പരിസരത്തെങ്ങാനും അവള് കാലുകുത്തിയ കൊല്ലു ഞാൻ അവളെയോ അവൾക്ക് കൂട്ടുന്നവരെ. വീരൻകുട്ടി, വണ്ടിയെടുക്കടാ.
അൻവറോട് അൻവറേ അൻവറേ വിഷമിക്കാതെ അൻവറേ അൻവറേ കണ്ണ് തെറ്റിയാൽ നീ അവളുടെ മുറിയിലാണല്ലോടാ. ഞാനൊരു ഡൗട്ട് ചോദിക്കാനായിട്ട് കയറിയതാ. നിക്കാഹിന് പല ഡൗട്ടും കാണും. അതൊക്കെ നിക്കാഹ് കഴിഞ്ഞ് ക്ലിയർ ചെയ്താ മതി. അതാ നല്ലത്. ആ അൻവറേ, എന്തായാലും ആ കുറുപ്പിനും കൂട്ടർക്കും വാശി കാണും വഹിദയുടെ മോനെ തട്ടിക്കൊണ്ടു പോകാൻ. അതുകൊണ്ട് നിനക്ക് അവന് മേലൊരു ശ്രദ്ധ വേണം. ശരി. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്. എനിക്ക് ദേഷ്യം വരുന്ന കാര്യം പറയാണ്ടിരുന്നാ മതി. അല്ല, വാഹിദയും കുട്ടിയെ നമുക്ക് തൽക്കാലം ബോംബെയിലേക്ക് മാറ്റിയാലോ? നല്ല ഐഡിയ അല്ലേ? ഇസ്മായിലേ, ടിക്കറ്റ് എടുക്കാം അല്ലേ? ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കുക. പറഞ്ഞോളൂ. നമുക്ക് ആ ബോംബെയിലെ ഫ്ലാറ്റ് അങ്ങ് വിറ്റാലോ? ഗോപി, ഇസ്മായിൽ എന്താ മറുപടി പറയാത്ത? കേട്ടുപിടിന്ന് വിറ്റാല് വിലയൊന്നും കിട്ടൂല സാഹിബേ. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇസ്മായില് മുംബൈക്ക് വെക്കോ. വിറ്റിട്ട് ഇങ്ങോട്ട് വന്നാ മതി. മനസ്സിലായോ? എല്ലാം മനസ്സിലായി. ആ, അധിക കാലം ഇവിടെ ഉണ്ടാവില്ല എന്നും മനസ്സിലായി. ഇല്ലേ, മുംബൈയിലുള്ള ഫ്ലാറ്റ് വിൽക്കായിരുന്നില്ലേ എന്ന്? ഇല്ലാത്ത ഫ്ലാറ്റ് ഞാൻ എങ്ങനെ വിൽക്കാനാ? ആജിയാരെ പറ്റിച്ച് നാട്ടിൽ കുറെ സ്ഥലം മേടിച്ചിട്ടില്ലേ, അതങ്ങ് വിൽക്കുക, എന്നിട്ട് ഇത് സെറ്റിൽ ചെയ്യേ. അതിനാ പിശാചു മോരെ സമ്മതിക്കണ്ടേ? ഇന്റെ ബീവി. പിന്നെ എന്ത് ഉദ്ദേശത്തിലായി തട്ടിപ്പ് കാണിച്ചത്? നിങ്ങളോട് ആരാ പറഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? 1-2 കൊല്ലം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കളവനങ്ങ് മയ്യത്തായന്. പിന്നെ എന്തോന്ന് ഫ്ലാറ്റ്? വരുന്നു എന്റെ മയ്യത്തെടുക്കും. ഞാൻ ഓരോന്ന് ആലോചിച്ച് വെറുതെ അവിടെ നിന്ന് കുറെ നേരം ചിരിച്ച്. അതാ എന്താ, താൻ മുംബൈക്ക് പോകുന്നതിന് മുമ്പ് താൻ കൊണ്ടുവന്ന മുതലിനെ ഒഴിവാക്കിയേക്കണം. എന്തു മുതല്? ഡോക്ടർ ഷാജഹാൻ. അയാൾ ഇനിയുടെ ആവശ്യമില്ല. 8ന്റെ പണിയായത്. അല്ല, 8 മണിക്കൊരു വണ്ടിയുണ്ട്. കണക്ക് തീർത്ത് ബാക്കി കൊടുത്ത് ആ വണ്ടിക്ക് എന്നെ പറഞ്ഞു വിട്ടേക്കാം. കണക്ക് തീർക്ക് ബാക്കി മേടിച്ച് പറഞ്ഞു വിട്ടാ മതി. ഓർമ്മറ്റാ, മനസ്സിലായോ? പണി കിട്ടി ഡോക്ടറെ, പണി കിട്ടി. ഡോക്ടറെ, നിങ്ങളുടെ വിസ തീർന്ന് എത്രയും പെട്ടെന്ന് ഡോക്ടറെ പിടിച്ച് പടിക്ക് പുറത്താക്കണം എന്നാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്ത്? വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുന്നത് സർക്കാർ ആശുപത്രി അല്ല. അപ്പൊ പോകേണ്ട വരും. പിന്നെ പോകേണ്ടി വരും. എടാ, ഇത് കേട്ടാ പോകേണ്ടി വരും. പോവേണ്ടി വന്ന പാരിതോഷികമായിട്ട് കനത്തുവെല്ലാം തടയോ? പിന്നെ കണക്ക് തീർത്ത് മുൻകൂർ പറ്റി തിരിച്ചു മേടിച്ചിട്ട് വിട്ടാ മതി എന്നാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. അപ്പൊ പോകേണ്ടി വരില്ല. എന്തേ? തിരിച്ചു കൊടുക്കാനായിട്ട് എന്റെ എവിടുന്ന കാശ്? കാശ് ചോദിക്കാതിരിക്കാനൊരു വഴിയുണ്ട്. കടം ചോദിക്കുക. കിട്ടിയാ കിട്ടി. ഇനിയിപ്പോ കാശ് കിട്ടിയില്ലെങ്കിൽ തന്നെ കടം തന്ന കാശ് ചോദിക്കില്ല. അതിവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു 10 ലക്ഷം ചോദിക്കും, വാർക്ക തീരും. അല്ലോ, 10 ലക്ഷോ? കടം ചോദിക്കാന്നൊക്കെ പറഞ്ഞാലേ അതെന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും. എനിക്കും ഇല്ലടാ അന്തസ്സും അഭിമാനവും തറവാടിത്തും ഒക്കെ. സാറിന് ഈ പറഞ്ഞ 3 അതെനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോ കടം ചോദിക്കല്ലേ? വെറുതെ ചോദിക്കൂ ഡോക്ടറെ. പിന്നെ കിട്ടിയാ ഞമ്മക്ക് കമ്മീഷൻ തന്നെ. കടം ചോദിക്കുമോ കമ്മീഷനാ? ഞാൻ കടം തിരിച്ചു കൊടുക്കുമ്പോ തന്നെ കമ്മീഷൻ തിരിച്ചു തരും. തിരിച്ചു കൊടുക്കണ ഒരു മുതല് ഞമ്മക്ക് കമ്മീഷൻ എന്നില്ലേ നമ്മൾ പാരി വെക്കും. പടച്ചോനാണ് പാരി വെക്കും. തരാം. ഒരു ജലദോഷപ്പനിക്ക് ഞമ്മടെ കയ്യിൽ 25,000 രൂപ എണ്ണി മേടിച്ച ആളാണിത്. ഡെങ്കിപ്പനി എന്നും പറഞ്ഞു. അതെപ്പോ ഞമ്മള് മറക്കൂല. ഞമ്മള് മയ്യത്തായാലും അത് മറക്കൂല. ഇസ്മായില് പോരെ കത്തുമ്പോ ഞമ്മള് വാര വെട്ടും. വെട്ടല്ലേ. MBBS. ആ കേട്ടോ കുഞ്ഞാലി, എനിക്ക് ആകെപ്പാടെ 2 പെമ്മക്കളാണുള്ളത്. തനിക്കറിയാവല്ലോ. പിന്നെ ഞാനായിട്ടുണ്ടാക്കിയ സ്വത്തുവകകൾ 2ആയിട്ട് പങ്കുവെച്ചാൽ തന്നെയും വായ്താടെ ഓരി മാത്രം ഏതാണ്ട് 10-25 കോടിക്ക് മുകളിൽ വരും. 25 കോടിയാ? കൂടാതെ കുടുംബ സ്വത്ത് വേറെ. വാഹിദൊക്കെ ഉണ്ടായ മാനക്കേടൊക്കെ ഈ സ്വത്തുവകകളിൽ മൂടിപ്പോയിക്കോളും. താൻ ആലോചനകൾ കൊണ്ടുപാടൂ. എത്ര ചീത്തപ്പേര് കേൾപ്പിച്ചാലും ഒരു കൊച്ചിന്റെ ഉമ്മച്ചി ആയാലും പറങ്കിയെടുത്ത കാസിംബയുടെ മോളല്ലേ? നല്ല ആസ്തിയുള്ള 100 ചെറുപ്പക്കാർ നമ്മുടെ തറവാടിനെ മുറ്റത്ത് ക്യൂ നിൽക്കും. ഞാൻ ക്യൂ നിൽക്കട്ടെ? ചെറുക്കന്റെ ആസ്തി പ്രശ്നമാക്കണ്ട. വിദ്യാഭ്യാസം, തറവാടിത്തം, പിന്നെ അന്തസ്സുള്ളൊരു ജോലി, അത് മതി.
അല്ലാ, ഞാനല്ലേ ഉള്ളേ. കുഞ്ഞാലി ഓ ഇൻഷല്ലാ ഒരാഴ്ചക്കുള്ളില് ഒരു കീട്ടിലും പുതിയ ആപ്പിളായിട്ട് നമ്മൾ ഇവിടെ വരും. കാസിം ഭായി നോക്കി. നീ ഒന്നേ എന്താ അവിടെ? ഓ അതൊരു കല്യാണാലോചന. ഓ ആർക്കാ കല്യാണം? വാഹിദക്ക്. ആ ഡോക്ടറിന്റെ ഭാര്യ വാഹിദക്ക് കല്യാണം ആലോചിക്കുന്നു. ഒരു മാരി എന്നാ പിന്നെ നമ്മളങ്ങോട്ട് എന്താ അവിടെ? അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അല്ല ആരുടെയോ നിക്കാഹാണെന്ന് പറഞ്ഞു. നമ്മുടെ വാഹിദാടെ. അല്ല ഇത് നിങ്ങളുടെ കുടുംബകാരിയാണ്, ഞാൻ ഇടപെടുന്നത് ശരിയല്ല. എന്നാലും കഴിഞ്ഞ 7-8 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഷാഹിനിയുടെ മൻവറിന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് പോരെ ഇത്? ഇൻഷാ അല്ലാ നല്ലൊരു ആലോചന ഒത്തുവന്ന് രണ്ടും കൂടെ ഒരുമിച്ച് നടത്താലോ. അല്ല നടത്തുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഇത് കഴിഞ്ഞിട്ട് അത് നടത്തുന്നതല്ലേ എൻ്റെ ഒരു മര്യാദ. വാഹിദല്ലേ മൂത്തത്, ആദ്യം അവളുടെ നിക്കാഹ് നടക്കട്ടെ, അത് കഴിഞ്ഞു മതി അൻവറിന്റെ ഷാഹിനാടെ. മതി 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 അത് മതി. വാഹിദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാലക്കും 25 കോടിക്ക് മേളിൽ സ്വത്ത്. പക്ഷേ അവളൊന്ന് പെറ്റാലടാ. ഫ്രഷ് ആയിരുന്നു സ്വപ്നം. എന്റെ ഡോക്ടറെ കുറിച്ച് നല്ലപോലെ അന്വേഷിച്ച ഈ തറവാട്ടിന്നല്ല ഈ സ്റ്റേറ്റിന്ന് പെണ്ണ് കിട്ടില്ല. ഇതിപ്പോ ഒന്ന് നടന്നു കിട്ടാൻ എന്ത് ചെയ്യണം? അവള് വളയോ? കെട്ടിയോൻ ചത്തിട്ട് കൊറേ കാലായിന്നല്ലേ പറഞ്ഞത്? ആ വളയും. വളയണല്ലോ. പിന്നെ ഈ കെട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഉഷാറാക്കിക്കൊള്ളണം. വെറുതെ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കി ദിവസവും 100-150 പുഷപ്സ് എടുക്കണ എന്റെ വൈവാഹിക ജീവിതത്തെ കുറിച്ച് നീ സംശയിക്കണ്ട. എന്റെ കിടം മസിൽ കണ്ടടാ, അത് കണ്ട അവള് ഞെട്ടും. ഈ കാര്യത്തില് പിന്നെ നീ വേറെ കല്യാണം കഴിക്കാൻ പോവാണ്. നീ പോയാലേ ഞാൻ നമുക്ക് കൊച്ചിനെ എടുത്തോണ്ട് ഇവിടെ ജീവനും കൊണ്ടുപോകും. ഞാൻ അതിലേ വന്നു. അതെ നാളെ അതെ വാഹിദ, നാളെ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പളേ പോലെ പോലെ ഡോക്ടർ എന്താ ഇവിടെ? അത് വായു, ശുദ്ധവായു, അല്പം ശുദ്ധവായുവിന് വേണ്ടി ട്രൈ ആയിരുന്നു. തെറ്റായോ? ശുദ്ധവായുവിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് നല്ലത് തന്നെ, പക്ഷെ അത് അന്ത്യശ്വാസത്തിന് വേണ്ടി ആകരുത്. ഒരു ഉഗ്രം പണി കിട്ടി. ഞാൻ കണ്ടു. നീ കണ്ട? അല്ലെങ്കിലും അങ്ങയുടെ മുമ്പിൽ ഒരു ഉടായ്പ കളി നടക്കില്ല. ആയ കാലത്തെ കിങ്. സാറിന് ഇവിടെ വേണ്ടത് ഒരു സ്ട്രോങ് റെക്കമെൻഡേഷനാ. ഇസ്മായിലേ, 1 മിനിറ്റ്. ഇസ്മായിലേ, നിനക്ക് കൊടുക്കത്ത കമ്മീഷൻ കിട്ടാൻ ഒരു കേസ് ഞാൻ തരട്ടെ. കമ്മീഷനാ? വാഹിദയുമായിട്ടുള്ള എന്റെ നിക്കാഹ് നീ നടത്തി തരണം. നീ ശക്തമായി റെക്കമെൻഡ് ചെയ്താൽ നടക്കും. നല്ല കമ്മീഷൻ ഞാൻ തരാം. ഈ കാര്യത്തിന് നമുക്ക് കമ്മീഷൻ വേണ്ട. വേണ്ടാന്ന്. പിന്നെ റെക്കമെൻഡേഷന്റെ കാര്യം, അതിന് പറ്റിയ ആള് ഡോക്ടർ മമ്മൂട്ടിയാ. മമ്മൂട്ടിയാ? മമ്മൂട്ടിയെ കണ്ട് കാര്യം പറഞ്ഞ അയാള് സഹായിക്കും. ആണോ?